ഹായ് കൂട്ടുകാരെ, ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന സ്റ്റോറിയിലെ 6 മുതൽ 10 വരെയുള്ള ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1 മുതൽ 5 വരെയുള്ള ആക്ടിവിറ്റീസ് ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അതിനു മുൻപായി എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 6. ഹിയർ ഈസ് റബേക്കാസ് റൂട്ടീൻ. ഇവിടെ റബേക്കയുടെ റൂട്ടീൻ കൊടുത്തിട്ടുണ്ട്. റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ദിനചര്യകൾ, നമ്മൾ ദിവസവും ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. അത് റബേക്കയുടെ റൂട്ടീൻ വായിക്കുക, എന്നിട്ട് നിങ്ങളുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് എഴുതുക. നിങ്ങളുടെ ദിനചര്യകൾ, നിങ്ങളുടെ റൂട്ടീൻ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക എന്നതാണ് ആക്ടിവിറ്റി 6. ഓക്കെ, ഇപ്പോൾ റബേക്കയുടെ റൂട്ടീൻ നമുക്കൊന്ന് റീഡ് ചെയ്യാം. റബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. റബേക്ക എന്നും രാവിലെ എഴുന്നേൽക്കും. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. എന്നിട്ട് പല്ല് തേക്കും. ഷീ ലേൺസ് ഹെർ ലെസൺസ് റെഗുലർലി. എന്നിട്ടോ അവളുടെ പാഠങ്ങൾ അവളെന്നും പതിവായി പഠിക്കും. ഷീ ഹെൽപ്സ് ഹർ മദർ ഇൻ കുക്കിംഗ്. എന്നിട്ട് അതിന് ശേഷം അമ്മയെ കുക്കിങ്ങിൽ സഹായിക്കും. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദി ആനിമൽസ്. അതിന് ശേഷം എന്ത് ചെയ്യും? ഫാമിൽ പോയി ആനിമൽസിനൊക്കെ ഫുഡ് കൊടുക്കും, ഫീഡ് ചെയ്യും, അല്ലേ, ഭക്ഷണം കൊടുക്കും. ഇനി ഇതുപോലെ നമ്മുടെ ആക്ടിവിറ്റീസ്, നിങ്ങളുടെ റൂട്ടീൻ ആക്ടിവിറ്റീസ് എഴുതണം. അപ്പോൾ ഓരോരുത്തർക്കും റൂട്ടീൻ ആക്ടിവിറ്റീസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എഴുതിയ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് നിങ്ങളുടേതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ എന്നും രാവിലെ എഴുന്നേൽക്കും, നേരത്തെ എഴുന്നേൽക്കും. ഐ ബ്രഷ് മൈ ടീത്ത്. എന്നിട്ട് ബ്രഷ് ചെയ്യും. അതിനുശേഷം ഐ ഫീഡ് മൈ പെറ്റ് എവ്രി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ പെറ്റിന് ഫീഡ് ചെയ്യും, അല്ലേ. പെറ്റ് ചിലപ്പോൾ ഫിഷ് ആവാം, ക്യാറ്റ് ആവാം, ഡോഗ് ആവാം, എന്തുമാവാം. നിങ്ങളുടെ പെറ്റ് എന്താണോ അതിനെന്നും രാവിലെ ഫീഡ് ചെയ്യും, അല്ലേ. ഐ ഗോ ടു ദി ഗാർഡൻ ആൻഡ് വാട്ടർ ദ പ്ലാന്റ്സ്. എന്നിട്ട് ഗാർഡനിൽ പോയി അവിടെയുള്ള പ്ലാന്റ്സിനൊക്കെ വെള്ളം നനയ്ക്കും. ഐ ലേൺ മൈ ലെസൺസ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം ഞാൻ എൻ്റെ പാഠങ്ങൾ പഠിക്കും. ഇത്രയുമാണ് ഞാൻ എഴുതിയിട്ടുള്ള റൂട്ടീൻ ആക്ടിവിറ്റീസ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 6. ഇനി ആക്ടിവിറ്റി 7. ഷാൾ വി ഫോം 2 groups ആൻഡ് പ്ലേ എ വേർഡ് ഗെയിം. നമുക്ക് 2 ഗ്രൂപ്പായി തിരിയാം. എന്നിട്ട് എന്ത് ചെയ്യണം? വേർഡ് ഗെയിം കളിക്കാം. കളിച്ചാലോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് 2 ഗ്രൂപ്പായി തിരിഞ്ഞ് ഒരു വേർഡ് ഗെയിം കളിച്ചാലോ? യുവർ ടീച്ചർ വിൽ ഗിവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിർദ്ദേശങ്ങൾ തരും. ആക്ട് അക്കോർഡിംഗ്ലി. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആക്ട് ചെയ്യുക. ഈ ഗെയിം എന്താണ് എന്നുള്ളത് ഒരു പിക്ചറായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഷീ ഈസ് പ്ലേയിങ്. അപ്പോൾ ഓരോ വേർഡ്സും ഓരോ കുട്ടികളാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനെ നമ്മൾ ഷീ ഈസ് പ്ലേയിങ് എന്നതിനെ ഈസിനെ ആദ്യത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈസ് ഷീ പ്ലേയിങ്, അല്ലേ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ഗെയിമാണ്. ഒരു സെൻറ്റൻസ് തരും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് തന്നിട്ട് അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കുന്ന ഒരു ഗെയിമാണ് ഈ ഒരു വേർഡ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡിനെ നമ്മൾ ആദ്യത്തിലേക്ക് മാറ്റുമ്പോൾ, ആ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുമ്പോൾ അതൊരു ക്വസ്റ്റ്യൻ ആയി മാറും. അപ്പോൾ അതാണ് ഈ ഗെയിം, അല്ലേ. അപ്പോൾ നമുക്ക് ഷീ ഈസ് പ്ലേയിങ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കിയത്? ഈസ് എന്നുള്ള ഓക്സിലറിയെ ആദ്യത്തിലേക്ക് വയ്ക്കും. സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് വയ്ക്കുമ്പോൾ ഈസ് ഷീ പ്ലേയിങ്, അവൾ കളിക്കുകയാണോ? ഷീ ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞാൽ അവൾ കളിക്കുകയാണ്. ഈസ് ഷീ പ്ലേയിങ്, അവൾ കളിക്കുകയാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യനായി മാറി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ദേ ആർ വറീഡ്, അല്ലേ. ദേ ആർ വറീഡ്, അവരാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുന്നത്? ഇതിലുള്ള ഓക്സിലറി ഇതിലേതാണ്? ആർ എന്നതാണ് ഇതിലെ ഓക്സിലറി. ഈ ആറിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ എങ്ങനെയാണിത് ആയി വരിക? ആർ ദേ വറീഡ്,
അവർ വിഷമത്തിലാണോ? ആർ ദേ വറീഡ് അല്ലേ? അപ്പോൾ യെസ് ഓ അല്ലെങ്കിൽ നോ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് മാറുക. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ്, ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ലോകം മുഴുവൻ ചൂട് കൂടി വരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ ഓക്സിലറി ഏതാണ്? ഇതിലെ ഓക്സിലറി എന്ന് പറയുന്നത് ഈസാണ്. ഈസിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് വെക്കുന്നു. അപ്പോൾ എന്തായി മാറും? ഇനി സെൻറ്റൻസിൻ്റെ ഈ നടുവിൽ സെൻറ്ററിൽ ഈസ് ഇല്ല. അത് തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. ഈസ് ദ വേൾഡ് ഗെറ്റിംഗ് ഹോട്ടർ? ലോകം ചൂട് കൂടി വരികയാണോ? അങ്ങനെയായി അപ്പോൾ ആ ഒരു സെൻറ്റൻസ്. ഇനി സി, ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്. ഇത് ഭൂമിക്ക് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണത് ക്വസ്റ്റ്യൻ ആക്കുക? ഇത് ഭൂമിക്കൊരു വലിയ പ്രോബ്ലം ആണോ, പ്രശ്നമാണോ എന്നാവണം. അപ്പോൾ ഈ ഇതിൽ വരുന്ന ഓക്സിലറിയെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ എന്താവും? ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്? ഈസാണ് ഇതിലെ ഓക്സിലറി. അതിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുമ്പോൾ ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്? ഇത് എർത്തിന്, ഭൂമിക്ക് ഒരു വലിയ പ്രശ്നമാണോ? ഇനി നെക്സ്റ്റ് ഡി, റബേക്ക ഈസ് ഹാപ്പി. റബേക്ക ഹാപ്പിയാണ്. ഇനി അതിനെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കുക? ഈസ് എന്ന ഓക്സിലറിയെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിലേക്ക് മാറ്റുന്നു. ഈസ് റബേക്ക ഹാപ്പി? റബേക്ക ഹാപ്പി ആണോ? റബേക്ക ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ റബേക്ക ഹാപ്പിയാണ്. ഈസ് റബേക്ക ഹാപ്പി? റബേക്ക ഹാപ്പി ആണോ? ഇനി അതിൽ ഇ, ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. നമുക്ക് ഇതുവരെ ഈസും ആറും മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആക്കാൻ നമുക്ക് അത്ര ഉണ്ടായില്ല. ഇനി നമുക്ക് ഹാവ്, ഇതിൽ വന്നിട്ടുള്ള ഓക്സിലറി എന്ന് പറയുന്നത് ഹാവ് ആണ്. അപ്പോൾ ഹാവിനെ നമ്മൾ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുന്നു. ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്? അവരെന്ത് ചെയ്തോ? സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തോ? തൈകൾ കുഴിച്ചിട്ടോ നട്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ വരിക. യെസ് അല്ലെങ്കിൽ നോ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി എഫ്, റബേക്ക ഹാസ് റിട്ടേൺ എ ലെറ്റർ ടു ദി പ്രസിഡൻറ്റ്. റബേക്ക പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ എഴുതി. ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുന്നത് ഹാസിനെ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലേക്ക് മാറ്റുന്നു. ഹാസ് റബേക്ക റിട്ടേൺ എ ലെറ്റർ ടു ദി പ്രസിഡൻറ്റ്? റബേക്ക പ്രസിഡൻറ്റിനൊരു കത്ത് എഴുതിയിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 7. എല്ലാ കൂട്ടുകാരും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. നന്നായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 8. റീഡ് ദ ഫോളോയിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് എ ഗേൾ ഹൂ സെറ്റ് ഔട്ട് ഓൺ എ മിഷൻ ടു സേവ് ദി പ്ലാനറ്റ്. അപ്പോൾ താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആരെക്കുറിച്ചുള്ളതാണ്? ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു മിഷന് വേണ്ടി, ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ച്, സേവ് ദ പ്ലാനറ്റ്, നമ്മുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മിഷൻ, അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ആക്ടിവിറ്റി 8 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്കൊന്ന് വായിക്കാം. ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അതിന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. ഗ്രേറ്റയുടെ മഹത്തായ ദൗത്യം, പ്ലാനറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള മഹത്തായ ദൗത്യം. സ്റ്റോക്ക്ഹോം, എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? ആ സ്ഥലം ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതാണ് കൊടുക്കുന്നത് അല്ലേ? സ്റ്റോക്ക്ഹോമിലാണ് നടക്കുന്നത്. എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് യങ് ഗേൾ ഹു വൺ the hearts of millions as she held a placard and sat outside the Swedish parliament here on Monday. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഗ്രേറ്റ എന്ന് പറയുന്നത്. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്കാണ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുക. ചിലപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത്. വൺ ഹാർട്ട്സ് ഓഫ് മില്യൺസ് ആസ് ഷീ ഹെൽഡ് പ്ലക്കാർഡ് ആൻഡ് സാറ്റ് ഔട്ട്സൈഡ് ദ സ്വീഡിഷ് പാർലമെൻറ്റ് ഹിയർ ഓൺ മൺഡേ. ദിവസം കൊടുത്തിട്ടുണ്ട്, എന്നാണ് ഈ സംഭവം നടന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട്
ഗ്രേറ്റ സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ പുറത്ത് തിങ്കളാഴ്ച നടത്തിയ ഒരു സമരം, അതിനെക്കുറിച്ചാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഗ്രേറ്റ തൺബർഗ് വാസ് പ്രൊമോട്ടിംഗ് ദ കോസ് ഓഫ് സേവിങ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും നമ്മുടെ പ്ലാനറ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി ആളുകളെ ബോധവാന്മാരാക്കാൻ വേണ്ടി ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗ്രേറ്റയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നും നമ്മുടെ പ്ലാനറ്റിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന ഒരു മിഷനാണ് ഗ്രേറ്റ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് സ്വീഡിഷ് പാർലമെൻറ്റിൻ്റെ മുന്നിൽ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ഗ്രേറ്റ നിൽക്കുന്നത്. ദെൻ ഡയഗ്നോസ്ഡ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ അറ്റ് എ ടെൻഡർ ഏജ്. ഡയഗ്നോസ്ഡ് വിത്ത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അതായത് ഈ ഗ്രേറ്റ നേരത്തെ പറഞ്ഞു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന്. അപ്പോൾ നമ്മുടെ ഗ്രേറ്റയ്ക്ക് ഓട്ടിസം ബാധിച്ച കുട്ടിയാണ്. അറ്റ് എ ടെൻഡർ ഏജ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഷീ വാസ് അൺഡിറ്റേർഡ്, took up the campaign and sat alone to promote the cause. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഗ്രേറ്റ എന്ത് ചെയ്തു? പ്രതിസന്ധികളിൽ തളരാതെ ഈ ഒരു മിഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഗ്രേറ്റ പ്രൂവ്ഡ് ഹൗ ഷീ കുഡ് മേക്ക് എ ബിഗ് ഡിഫറൻസ് ടു ദിസ് ക്യാമ്പയിൻ, നോട്ടഡ് എ ലോക്കൽ ടെലിവിഷൻ ചാനൽ ദാറ്റ് ബീംഡ് ദ ഈവൻറ്റ് ലൈവ്. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഗ്രേറ്റ ഒരു ചേഞ്ച് എങ്ങനെ വരുത്താം എന്നുള്ളത് ഗ്രേറ്റ പ്രൂവ് ചെയ്തു എന്ന് ഒരു ലോക്കൽ ടെലിവിഷൻ ചാനൽ ലൈവായിട്ട് ഈ ഒരു പരിപാടി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പോരാടിയ ഗ്രേറ്റയെക്കുറിച്ച് മനസ്സിലാക്കാം. കൂടാതെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെ വേണമെന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ തരുന്ന ആക്ടിവിറ്റിയാണ് അടുത്തത്. ദ ഇക്കോ ക്ലബ് ഇൻ യുവർ സ്കൂൾ പ്ലാന്റഡ് സാപ്ലിങ്സ് ഓൺ ദ സ്കൂൾ പ്രിമൈസസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ് ഓൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. സ്കൂളിലെ എക്കോ ക്ലബ്ബ് എൻവയോൺമെൻറ്റ് ഡേയുടെ അന്ന് ഒരുപാട് സാപ്ലിങ്സ് പ്ലാന്റ് ചെയ്തു. ഇവിടെ ഓൺ ദ സ്കൂൾ പ്രിമൈസസ്, സ്കൂളിൻ്റെ ചുറ്റുപാടും പരിസരങ്ങളിൽ. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാപ്ലിങ്സ് ടു ദ സ്റ്റുഡൻസ്, സ്റ്റുഡൻസിന് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാപ്ലിങ്സ് തൈകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു, വിതരണം ചെയ്യുകയും ചെയ്തു. എ റാലി വാസ് ഓൾസോ ഹെൽഡ്, ഒരു റാലി കൂടെ സംഘടിപ്പിച്ചു. എന്തിന്? ടു മേക്ക് ദ പീപ്പിൾ അവെയർ ഓഫ് ദ നീഡ് ടു കൺസേർവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി ഒരു റാലി കൂടി സംഘടിപ്പിച്ചു. The program was inaugurated by the ward member. പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പറാണ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട്, അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് തയ്യാറാക്കണം. അതാണ് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ന്യൂസ് റിപ്പോർട്ട് ഇവിടെ കണ്ടു. അപ്പോൾ നല്ലൊരു ഹെഡിങ് വേണം, എവിടെയാണ് സംഭവം നടന്നത് എന്ന് വേണം, ഇനി എന്നാണ് നടന്നത് എന്ന് വേണം, പിന്നെ എന്താണ് മെയിൻ സംഭവം എന്നുള്ളതും നമ്മൾ കൊടുക്കണം. പിന്നെ ആരെങ്കിലും പരിപാടി ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്കൂൾ സ്റ്റുഡൻസ് ആസ് റോൾ മോഡൽസ്. സ്കൂളിലെ കുട്ടികൾ റോൾ മോഡൽസ് ആയിക്കൊണ്ട് എന്നുള്ള ഒരു ഹെഡിങ് ആണ് ഇവിടുത്തെ ന്യൂസ് റിപ്പോർട്ടിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എഴുതാം. ഇനി നടന്ന സ്ഥലം തൊടുപുഴ. The students of GMLP school planted saplings on the school premises and distributed saplings to the students on World Environment Day. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് കുട്ടികൾ എന്ത് ചെയ്തു? സാപ്ലിങ്സ് നടുകയും സ്കൂളിൻ്റെ പരിസരത്ത് സാപ്ലിങ്സ് നടുകയും കുട്ടികൾക്ക് മറ്റു സ്റ്റുഡൻസിന് വിതരണം ചെയ്യുകയും ചെയ്തു. They also held a rally to make the people aware about the need to conserve water. ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കാൻ ഒരു റാലി സംഘടിപ്പിച്ചു.
All these programs were held under the school echo club. സ്കൂളിൽ പലതരം ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നേതൃത്വം നടത്തുന്നതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സ്കൂളിലെ എക്കോ ക്ലബ്ബാണ്. ഇനി ദ വാർഡ് മെമ്പർ ഇനാഗുറേറ്റഡ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തത് വാർഡ് മെമ്പറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റി എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി 8. Now we are going to activity 9. ആക്ടിവിറ്റി 9 ഒരു പ്ലക്കാർഡ് നിർമ്മിക്കുന്നതിനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഗിവൺ ബിലോ ഇസ് എ പ്ലക്കാർഡ് റിലേറ്റഡ് ടു ഗ്ലോബൽ വാർമിംഗ്. ഇവിടെ ഒരു പ്ലക്കാർഡ് തന്നിട്ടുണ്ട്. ഇത് ഗ്ലോബൽ വാർമിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലക്കാർഡാണ്. പ്രിപ്പയർ അനദർ വൺ അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. അപ്പോൾ വനം സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലക്കാർഡാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. യു മേ മേക്ക് മോർ പ്ലക്കാർഡ്സ്. നിങ്ങൾക്ക് ഒന്നല്ല കൂടുതൽ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്ലക്കാർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രിസർവ് ഫോറസ്റ്റ്. പ്രിസർവ് ഫോറസ്റ്റ് ഫോർ എ ബെറ്റർ ടുമോറോ. നല്ലൊരു നാളേക്ക് വേണ്ടി വനം സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്ലക്കാർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുക. പിന്നെ പ്ലക്കാർഡ് ആകുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് കൂടെ കൊടുക്കണം. അപ്പോഴത് പ്ലക്കാർഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഷ്ടമുള്ള വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല പ്ലക്കാർഡുകൾ നിർമ്മിക്കുക. ഓക്കെ, then now we are moving to activity 10, the last activity of this passage. ആക്ടിവിറ്റി 10ൽ നല്ലൊരു ആപ്പിൾ ട്രീ ഒക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ റബേക്കയുടെ ഗാർഡനിലുള്ള ആപ്പിൾ ട്രീ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അടിവരയിട്ടിട്ടുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. റബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് എക്കാണ്. ദർ വാസ് ആൻ ആപ്പിൾ ട്രീ ഇൻ ദ ഗാർഡൻ. ആ ഗാർഡനിൽ ഒരു ആപ്പിൾ ട്രീ ഉണ്ട്. ഇവിടെ ആനിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ദ എന്നതിനും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് യൂസിങ് എ, ആൻ ഓർ ദ. എ, ആൻ ഓർ ദ എന്നീ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ താഴെ തന്നിട്ടുള്ള ആപ്പിൾ ട്രീയിൽ തന്നിട്ടുള്ള ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് എയും ആനും എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വവൽ സൗണ്ട്സ് എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എ, ഇ, ഐ, ഒ, യു. ഈ ഇത്രയും ലെറ്റേഴ്സിൻ്റെ സൗണ്ടിനെയാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവയുടെ സൗണ്ടിനെയാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എ ആണെങ്കിൽ എ ഓർ ആ, ഇ ആണെങ്കിൽ എ സൗണ്ട്, ഐ ആണെങ്കിൽ ഇ ഓർ ഐ, അങ്ങനെ രണ്ട് സൗണ്ടുകൾ നമ്മൾ പറയും. ഒ ആണെങ്കിൽ ഒ, യു ആണെങ്കിൽ ഉ ഓർ അ. ഇത്രയും സൗണ്ടുകളാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വവൽ സൗണ്ട്സിൻ്റെ ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻ ആണ്. വവൽ സൗണ്ട്സിൻ്റെ മുൻപ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻ ആണ്. ഇവിടെ ആൻ ആപ്പിൾ കണ്ടല്ലോ. അപ്പോൾ ഇത് വവൽ സൗണ്ടാണ്. എ എന്നുള്ളത് ഇവിടെ വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് ആൻ വന്നത്. അതുപോലെ ബാക്കി ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ബാക്കി സൗണ്ടുകൾ, അതായത് ബ്, ക്ക് അങ്ങനെയുള്ള സൗണ്ടുകളുടെയൊക്കെ കോൺസണൻറ്റ് സൗണ്ടുകളുടെയൊക്കെ ബാക്കിലായിട്ട് എ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വവൽ സൗണ്ട്സിൻ്റെ ബാക്കിൽ ആനും ബാക്കി കൺസണൻറ്റ് സൗണ്ട്സിൻ്റെ ബാക്കിൽ എയുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ, ബ് എന്നുള്ളത് കൺസണൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഈ ലെറ്റേഴ്സ് അല്ലാത്തതെല്ലാം കൺസണൻസ് ആണ്. ഇനി ദ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യത്തിനെ പറയുകയാണ്. പ്രത്യേകമായി ഒരു സംഗതി എടുത്തു പറയാൻ നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ ദ ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ക്യാറ്റിനെ ഇഷ്ടമാണ്. അപ്പോൾ കുറേ ക്യാറ്റുകളെ കണ്ടു, ആ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ക്യാറ്റിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയുക? ഐ ലൈക്ക് ദ ബ്ലാക്ക് ക്യാറ്റ്. ആ ബ്ലാക്ക് ക്യാറ്റിനെ, വേറെയും കുറേ ബ്ലാക്ക് ക്യാറ്റുകളുണ്ട്, പക്ഷേ അവയൊന്നുമല്ല, നമ്മൾക്ക് അറിയാം ഏത് ബ്ലാക്ക് ക്യാറ്റിനെയാണ് ഇഷ്ടമെന്നുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നിടത്ത് ദ ഉപയോഗിച്ച് പറയും. ഇനി നമുക്ക് ആക്ടിവിറ്റി വായിച്ചു നോക്കാം. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? ഐ ആം ഡാഷ് ആപ്പിൾ ട്രീ. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ വന്നത്
വൊവൽ സൗണ്ടാണ്. വൊവൽ സൗണ്ടിൻ്റെ ബാക്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ആൻ അല്ലേ? അപ്പോൾ ഐ ആം ആൻ ആപ്പിൾ ട്രീ ഇൻ റബേക്കാസ് ഗാർഡൻ. ഞാൻ റബേക്കയുടെ ഗാർഡനിലെ ആപ്പിൾ ട്രീ ആണ്. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? നിങ്ങൾക്ക് മതിയായ റെയിൻ ലഭിച്ചോ? മഴ ലഭിച്ചോ? ഐ തിങ്ക് ഡാഷ് ആൻസർ ഈസ് നോ. ഞാൻ വിചാരിക്കുന്നു എന്താണ്? ഡാഷ് ആൻസർ ഈസ് നോ. നിങ്ങളുടെ ഉത്തരം നോ ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു ഉത്തരം എന്നുള്ളത് എന്താണ്? സ്പെസിഫിക് ആയിട്ട് നമുക്കറിയാം എന്താണ് പറയാന്നുള്ളത്. ലഭിച്ചിട്ടില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ നോ എന്നായിരിക്കും ഉത്തരം. അപ്പോൾ ദ എന്നുള്ളതാണ് ഇവിടെ വരിക. ദ ആൻസർ ഈസ് നോ. വാട്ട് മേ ബി ദ ഡാഷ് റീസൺ? വാട്ട് മേ ബി ഡാഷ് റീസൺ? അപ്പോൾ ഇവിടെ എന്താണ്? നമ്മൾ ഈ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ദ എന്നാണ് വരിക. പീപ്പിൾ ആർ കട്ടിങ് അസ് ഡൗൺ. എന്താ കാരണം? ജനങ്ങൾ ഞങ്ങളെയൊക്കെ മുറിച്ചു മാറ്റുന്നു. വി ഹെൽപ്പ് ഇൻ ബ്രിങ്ങിങ് റെയിൻ. ഞങ്ങൾ മഴ നൽകാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. വി ഗിവ് യു ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രഷ് എയർ. ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ശുദ്ധവായുവും നൽകുന്നു. സോ ഡോണ്ട് കട്ട് അസ് ഡൗൺ. അതുകൊണ്ട് ഞങ്ങളെ മുറിച്ചിടരുത്. ഐ ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് ഡാഷ് അംബ്രല്ല ടു പ്രൊട്ടക്റ്റ് യു. നിങ്ങളെ സഹായിക്കാൻ എനിക്കൊരു കുട പോലെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ് വന്നു. ഇത് ഏതാ സൗണ്ട്? വവൽ സൗണ്ടാണ്. വവൽ സൗണ്ടിൻ്റെ ബാക്കിൽ എന്ത് വരും? ആൻ അല്ലേ? ഐ ക്യാൻ സ്റ്റാൻഡ് ലൈക്ക് ആൻ അംബ്രല്ല ടു പ്രൊട്ടക്റ്റ് യു ഫ്രം ഡാഷ് ഹോട്ട് സൺ. നമുക്കറിയാം സൺ എന്ന് പറയുന്നത് വേറെ സൺ ഒന്നുമില്ല, ഒറ്റ സൺ മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പെസിഫിക് ആയിട്ട് പെർട്ടിക്കുലറായിട്ട് പറയാൻ പറ്റും നമ്മുടെ ഒരൊറ്റ സണ്ണിന്. അതുകൊണ്ട് ഇവിടെ ദ ആണ് ഉപയോഗിക്കുക. ഇഫ് യു പ്ലാൻ മോർ സാപ്ലിങ്സ് ഐ ഷാൾ ഗിവ് യു ലോഡ്സ് ഓഫ് ആപ്പിൾസ്. നിങ്ങൾ ഒരുപാട് സാപ്ലിങ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് ആപ്പിൾസ് തരാൻ സാധിക്കും. വെൻ വി പ്ലാന്റ് ഡാഷ് സാപ്ലിംഗ് വി ആർ പ്ലാന്റിങ് ഹോപ്പ്. വെൻ വി പ്ലാന്റ് ഡാഷ് സാപ്ലിംഗ്, നമ്മൾ ഏതെങ്കിലും ഒരു സാപ്ലിംഗ്, ഇന്ന ഒരു പ്രത്യേക ഒരു സാപ്ലിംഗ് അല്ല, ഏതെങ്കിലും ഒരു സാപ്ലിംഗ് ആണ്. അതുകൊണ്ട് ഇവിടെ എ ആണ് വരിക. വി ആർ പ്ലാന്റിങ് ഹോപ്പ്. നിങ്ങളൊരു സാപ്ലിംഗ് നടുമ്പോൾ ഞങ്ങൾ ഒരു പ്രതീക്ഷ നൽകുന്നു, ഞങ്ങളൊരു പ്രതീക്ഷ നടുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ആക്ടിവിറ്റി 10. അപ്പോൾ ഇതിൻ്റെ ഫില്ല് ചെയ്ത ഒരു പിക്ചർ അടുത്തത് നൽകുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുക. ഓക്കെ. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്